മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ശ്വസനവും വിസർജനവും ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ആണ്. താഴെ നൽകിയിട്ടതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് പെയർ തിരഞ്ഞെടുക്കാൻ, മാച്ച് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പെയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ പെൽവിസ് റീജിയൻ വെർ യൂറിൻ ഫ്രം ദ ഫിൽട്ടർ ഫ്ലോസ് ഇൻ ടു afferent vessel, blood vessel comes out of woman's capsule. Cortex dark colored inner part of kidney. Medulla light colored outer part of kidney. വൃക്കയുടെ ഇള നിറമുള്ള ഭാഗ്യഭാഗം. കറക്റ്റ് പേര് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ പെൽവിസ്, അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന കുഴൽ. റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽട്ടേഴ്സ് ഫ്ലോസ് ഇൻ ടു. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നോട്ട് ഫോംഡ് ആസ് എ ബൈ പ്രോഡക്റ്റ്. CO2 ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യാത്ത ഏതൊക്കെയാണെന്നാണ്. ഒന്ന് ലാക്ടിക് ആസിഡ് നമുക്ക് പറയാം, ദെൻ ഗ്ലൈക്കോളിസിസ്. ഇത് രണ്ടിലുമാണ് എന്ത്, CO2 ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരാത്ത പ്രോസസ്സുകൾ. ദെൻ ഐഡന്റിഫൈ മസിൽ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആണ്. എക്സ് കോൺട്രാക്ട് റിബ്സ് റിക്സ്. നമ്മുടെ വാരിയലുകൾക്കിടയിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കാണുന്ന മസിൽ ഏതാണെന്നാണ് ചോദ്യം. ഈ എക്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽ ആണ്. ഇന്റർകോസ്റ്റൽ മസിൽ അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ. ക്ലിയർ? യെസ്. ഇനി റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ചിരുന്ന ഭാഗത്തിന്റെ ധർമ്മമാണ്. എക്സ് എന്ന് പറയുന്നത് കളക്ടിംഗ് ഡക്റ്റ് ആണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് കളക്ട്സ് യൂറിൻ ഫ്രം റീനൽ ട്യൂബ്യൂൾ. വൃക്ക നളികയിൽ നിന്നും മൂത്രം ശേഖരിക്കുന്ന ഭാഗമാണ് ശേഖരണ നാളി അല്ലെങ്കിൽ കളക്ടിംഗ് ഡക്റ്റ്. റീഡ്രൂ ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് A and B. ചിത്രം പകർത്തി വരച്ച് AB എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. A അറിയാം, ബിയും നമുക്കറിയാം അല്ലെ. അപ്പൊ ഒരു കിഡ്നിയുടെ ഭാഗത്തിലെ ഏറ്റവും ഔട്ടർ ഭാഗത്ത് കാണുന്നത് കോർട്ടെക്സ് ആണ്. ലൈറ്റ് കളേർഡ് കോർട്ടെക്സ് അല്ലെങ്കിൽ ഇളം നിറമുള്ള പുറം ഭാഗം. ഏറ്റവും ഉള്ളിലേക്കായിട്ട് കാണുന്ന ഈ ഒരു ബി ഭാഗം എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ മെഡുല്ല എന്ന് പറയുന്നത്. ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് അല്ലെങ്കിൽ കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല്ല. ഇത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് തന്നിട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ ആണിത്. ഞാൻ ഈ ഡയഗ്രാം കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയണമെന്നില്ല, പക്ഷെ ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സ്കിന്നിന്റെ ഫംഗ്ഷൻ, അതുപോലെ സ്കിന്നിന്റെയും കിഡ്നിയുടെയും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ, കിഡ്നിയുടെയും ലങ്സിന്റെയും കോമൺ ഫംഗ്ഷൻ, ഇതുപോലെയാണ് ചോദ്യം വരിക. അപ്പൊ സ്കിന്നിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോൾട്ട് വാട്ടർ ബാലൻസ് ഉണ്ട്. അത് കൂടാതെ എന്താ ചെയ്യുന്നത്? റെഗുലേഷൻ ഓഫ് ടെമ്പറേച്ചർ, താപ നില ക്രമീകരണമാണ്. കിഡ്നി വൃക്കയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തമർദ്ദം അല്ലെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നത്, സമ്മർദ്ദ ക്രമീകരണം ചെയ്യുന്നത് വൃക്കയാണ്. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് പുറന്തള്ളുന്നതും വൃക്കയുടെ ധർമ്മമാണ്. ആൻഡ് ലങ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് കൂടാതെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. എലിമിനേഷൻ ഓഫ് CO2 നടക്കുന്ന ഇതിലൂടെ മാത്രമാണ്, ലങ്സിലൂടെയാണ്. അപ്പൊ ഇതുപോലെ ഓരോന്നിന്റെ ഫംഗ്ഷൻ, ഓരോന്നും എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയാണ് ബോഡിയുടെ ബാലൻസ്, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ ഇല്ലസ്ട്രേഷൻ പഠിച്ചിട്ട് തന്നെ നിങ്ങൾ പോവുക. Observe the illustration, answer the questions given below. Name of the process of gas exchange shown. How are the concentration of oxygen and carbon dioxide differ in X and Y? കഴിഞ്ഞ വർഷത്തിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ക്രിസ്മസ് എക്സാമിന് കേട്ടോ. അപ്പൊ നോക്കി വെച്ചോളാം. ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന വാതകവിനിമയ പ്രക്രിയ പേരെഴുതാനാണ്. ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? ആൽവിയോളാർ എക്സ്ചേഞ്ച്. ആൽവിയോളസിൽ നടക്കുന്ന വാതക വിനിമയമാണ്. ഡിഫ്യൂഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ആൽവിയോളാർ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. എക്സ് വൈ എന്ന് പറയുന്ന ഭാഗം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ ഗാഢത എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ്. എക്സ് എന്ന് പറയുമ്പോൾ ആൽവിയോളസ് ആണ്, വൈ എന്ന് പറയുന്നത് രക്തലോമികയാണ്. എക്സിൽ ഓക്സിജൻ ഹൈ ആണ്, വൈയിൽ CO2 ആണ് കൂടുതൽ. അപ്പൊ അവർ തമ്മിലുള്ള കോൺസെൻട്രേഷൻ ഓർത്തു വെക്കുക. എക്സിൽ CO2 കുറവാണ്, വൈയിൽ CO2 കൂടുതലുമാണ്. ആ ഒരു കോൺസെൻട്രേഷന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ്, ആനുവൽ എക്സാമിനും വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്ലോമറുലസ് ആണ് ഈ തന്നിട്ടുള്ള ചിത്രം അല്ലെ. ആൻഡ് ഇവിടെ
ഈ പാർട്ടിൽ വാട്ട് ഈസ് എ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ പാർട്ട് സി ആൻഡ് വാട്ട് ഫ്ലൂയിഡ് ഈസ് ഫോംഡ്, ഹൗ ഡസ് ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഓഫ് ബ്ലഡ് വെസൽ എ ആൻഡ് ബി ഹെൽപ്പ് ഇൻ ദിസ് പ്രോസസ്. ഇതിൽ എ എന്ന് പറയുന്നത് നമുക്കറിയാം അഫറന്റ് വെസൽ, ബി എന്ന് പറയുന്നത് ഇഫറന്റ് വെസൽ, സി എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോമറുലസ് രക്തക്കുഴലാണ്. ഈ ഗ്ലോമറുലസിൽ നിന്ന് രൂപപ്പെടുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. അത് രൂപപ്പെടുന്ന പ്രോസസ് എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ, സൂക്ഷ്മരിക്കലാണ്. ഇനി വ്യാസവ്യത്യാസം, അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിലുമുള്ള വ്യാസവ്യത്യാസം കാരണം അവിടെ പ്രഷർ, മർദ്ദം കൂടുന്നു. ആ ഉയർന്ന മർദ്ദം കാരണമാണ് അവിടെ അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ നടക്കുന്നത്. ഈ പ്രോസസ്സാണ് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഗ്ലോമറുലസിൽ നടക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക. മറ്റൊരു റെസ്പിറേഷൻ റിലേറ്റ് ചെയ്ത പ്രധാന ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. അറിയാം നമുക്ക് മൈറ്റോകോൺട്രിയാണ്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഏതാണെന്നാണ്? ക്രബ്സ് സൈക്കിൾ ആണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഈ ഘട്ടത്തിൽ നടക്കുന്ന പ്രധാന രാസപ്രവർത്തനങ്ങൾ എന്താ? ഗ്ലൈക്കോളിസിസ് നടന്നു കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള പൈറൂവിക് ആസിഡ് CO2വും അതുപോലെ തന്നെ വാട്ടറും ATPയുമായിട്ട് മാറുന്നു. പൈറൂവിക് ആസിഡ് CO2വും അതുപോലെ തന്നെ ജലവുമായി മാറുന്നു. 28 തന്മാത്രകൾ ഉണ്ടാകുന്നു. ഓക്സിജൻ അനിവാര്യമാണെന്ന് ഈ ഘട്ടത്തിൽ. ഇതാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്ന പ്രക്രിയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, സെറ്റായി. ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനിയും. അപ്പം ഇനി ഈ ഭാഗത്ത് ഈ ചാപ്റ്ററിൽ നിന്നും കൂടുതലായിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ബാച്ചിൽ നമ്മൾ കിഡിലനായിട്ട് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിഞ്ച ബാച്ചിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ.